മമതാ ബാനർജിക്ക് ഭ്രാന്തായോ? അങ്ങനെ തന്നെ നമുക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരാൾ സ്വന്തം നമ്മുടെ തന്നെ സ്വന്തം പാർട്ടി പ്രവർത്തകന്റെ കരണത്തടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്ന ആ ഒരു സംഭവത്തിലാണ് ഇവർക്കിത് എന്താണ് സംഭവിച്ചത്? പ്രത്യേകിച്ച് എന്ത് പ്രകോപനത്തിന്റെ പുറത്താണ് ഈ ഒരു പൊതു ഇടത്തിൽ ആകെ ടിഎംസിയെ സംബന്ധിച്ച് പ്രവർത്തകരും ഇല്ല, പ്രവർത്തിക്കാനും ആളുമില്ല, പാർട്ടി ഓഫീസും ഇല്ല. അപ്പോൾ മമതയ്ക്ക് സമനില തെറ്റിയത് തന്നെയാണോ? സമനില തെറ്റിയെന്ന് നമുക്കിപ്പോൾ പറയേണ്ട കാര്യമില്ല. നേരത്തെ തന്നെ അതുണ്ടോ എന്നുള്ള സംശയം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. മമതാ ബാനർജി ഇതിന് മുമ്പും ദേഷ്യം പ്രകടിപ്പിക്കുകയും ആൾക്കാരുടെ അടുത്ത് തട്ടിക്കയറുകയും ഭ്രാന്ത് പിടിച്ചതുപോലെ നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇഡി ഉദ്യോഗസ്ഥരെയും CBI ഉദ്യോഗസ്ഥരെയൊക്കെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുക, കേന്ദ്ര ഏജൻസികളെ ആക്രമിക്കുക, ഫയലുകൾ തട്ടിപ്പറിക്കുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇവർ ഇതിന് മുമ്പും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തോ കുഴപ്പമുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു അടിസ്ഥാനപരമായിട്ട് ഒരു മനുഷ്യനുണ്ടാകുന്ന പ്രശ്നങ്ങളിലൊന്ന് അയാൾക്കുള്ള വലിയ സമ്പത്ത് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രിയപ്പെട്ടത് നഷ്ടപ്പെടുമ്പോഴുള്ള പ്രശ്നമാണ്. അധികാരത്തിൽ ദീർഘകാലം ഇരിക്കുകയും ആ അധികാരത്തിൻ്റെ സുഖവും അതിൽ നിന്നുള്ള ഗുണങ്ങളുമൊക്കെ അനുഭവിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നീട് അത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. അത് വലിയ മാനസിക പ്രയാസമാണ്. പലപ്പോഴും പല ആൾക്കാരും അധികാരത്തിൽ ദീർഘകാലം രാജാവൊക്കെ ആയിട്ടിരുന്ന ആൾക്കാർ അതെ. ആ സ്ഥാനം പോകുമ്പോഴത്തേക്കും ഹൃദയാഘാതം വന്ന് മരിക്കുക, അല്ലെങ്കിൽ ഗുരുതരമായ രോഗം ബാധിക്കുക, വിഷാദം ബാധിക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതിന് കാരണമെന്ന് പറയുന്നത് ചിത്തസ്ഥിതി കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ്. ചിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി, അവൻ്റെ ചിന്താഗതി, ഈ കാര്യങ്ങളൊക്കെ ശരിയല്ലാതെ ഈ സമചിത്തത എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ സമചിത്തത എല്ലാവർക്കും സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെയൊക്കെ ജീവിക്കാം. പക്ഷേ എല്ലാം നഷ്ടപ്പെടുമ്പോഴോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ജീവിക്കുന്നു, അയാൾക്ക് അയാളുടെ കുടുംബം നഷ്ടപ്പെടുന്നു, അയാൾക്ക് ഗുരുതരമായ രോഗം ബാധിക്കുന്നു, അപ്പോൾ അയാൾ തകർന്നു പോകും. ഇതേ തകർച്ച തന്നെയാണ് ഉന്നത അധികാര സ്ഥാനത്തിരിക്കുമ്പോൾ അയാളുടെ ഈ ഉന്നത അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുടെ പണം നഷ്ടപ്പെട്ടില്ല, അയാളുടെ പ്രതാപവും പ്രശസ്തിയും നഷ്ടപ്പെട്ടില്ല, അധികാരം മാത്രമാണ് നഷ്ടപ്പെട്ടത്. ആ നഷ്ടപ്പെട്ട അവസ്ഥയിലിരിക്കുന്ന ആൾ മറ്റേ സാധാരണക്കാരനായ ആൾക്കാർക്ക് കുടുംബവും എല്ലാം പോയല്ലോ. അയാൾക്കുണ്ടായ നഷ്ടത്തേക്കാൾ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല മറ്റേ, പക്ഷെ അതിനേക്കാൾ ഗതികെട്ട മാനസിക നിലവാരത്തിലേക്ക് അവസ്ഥയിലേക്ക് താഴും എന്നുള്ളതാണ്. അപ്പം നമ്മൾ സമചിത്തത പാലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെ എല്ലാ അവസ്ഥയിലും ഒരുപോലെ കൊണ്ടുപോകുക എന്നുള്ള അതിൻ്റെ ശേഷി ഇല്ലാതാവുകയാണ് മമതയ്ക്ക് ചെയ്തിരിക്കുന്നത്. മമത അല്ലെങ്കിൽ തന്നെ എങ്ങനെയായിരുന്നു? ആക്രോശിച്ച് നടക്കുകയാണ് ചെയ്തിരുന്നത്. മമതാ ബാനർജി സംസാരിക്കുന്ന വേദികളുടെ പ്രത്യേകത ഒന്ന് നോക്കണം. അവിടെ ആ വേദിക്ക് വലിയ വീതി ഉണ്ടായിരിക്കും. വീതി എന്ന് പറയുമ്പോൾ മിനിമം ഒരു 20 അടി നീളമെങ്കിലുമുള്ള വീതിയെങ്കിലുമുള്ള വലിയ സ്റ്റേജ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ അമ്മ ഒരു മൈക്ക് കിട്ടിയാൽ ആ മൈക്കും എടുത്ത് പിടിച്ചുകൊണ്ട് ആ സ്റ്റേജിൻ്റെ അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ നടന്നാണ് സംസാരിക്കുന്നത്. അവരൊരു മൈക്കിൻ്റെ സ്റ്റാൻഡ് വെച്ച് അവിടെ നിന്നിട്ട് അവിടെ നിന്നല്ല സംസാരിക്കുന്നത്. അവർ ഈ മൈക്കും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നേ സംസാരിക്കുകയുള്ളൂ. അതിനിടയ്ക്ക് പ്രവർത്തകരാരെങ്കിലും മുന്നിൽ വല്ല മുദ്രാവാക്യം വിളിക്കുകയോ ബഹളം വയ്ക്കുകയോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അവരെ ശകാരിക്കും, അവരെ ചീത്ത പറയും. വേദിയിലിരിക്കുന്ന ബാക്കി ആർക്കും സംസാരിക്കാൻ കഴിയില്ല, ആരെയും സംസാരിപ്പിക്കില്ല. ഇങ്ങനെയൊക്കെയാണ് മമതാ ബാനർജിയുടെ ഷോകൾ. അത് മാത്രവുമല്ല, പിന്നെ ഇവർ റോഡിലിറങ്ങിയിട്ടാണ് അഭ്യാസം മുഴുവൻ. ഈ റോഡിലിറങ്ങി അഭ്യാസം കാണിക്കുന്നത് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക, അവിടെ അക്രമ പ്രവർത്തനം നടത്തുക, ഭീഷണിപ്പെടുത്തുക. ഞാൻ അധികാരം നഷ്ടപ്പെട്ടു, ഞാൻ ഇനി തെരുവിൽ കണ്ടോളാം BJPയെ, ഈ പറയുന്ന ജനങ്ങളെ തെരുവിൽ കാണാം എന്നാണ് മമതാ ബാനർജി പ്രഖ്യാപിച്ചത്. മമതാ ബാനർജിയുടെ പ്രസംഗങ്ങളെല്ലാം വിവാദമായിരുന്നു. വർഗീയ പരാമർശങ്ങളൊക്കെ നടത്തി ഹിന്ദുക്കളെ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ പുറത്തു വന്നായിരുന്നു. അതായത് നിങ്ങൾ TMCക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾ നിങ്ങളെ വെറുതെ വിടില്ല, നിങ്ങളെ എല്ലാവരും അടിച്ചു കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഈ ബംഗ്ലാദേശികളെ മുഴുവൻ കൊണ്ടുവന്നവരല്ലേ. അല്ല, തീർച്ചയായും ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം 11 വയസ്സുകാരിയെ ബംഗാളിൽ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നു. അപ്പോൾ അത് മമത കേട്ടപ്പോൾ കൊള്ളാം. അപ്പൊ ഇതെടുത്ത് സുവേന്ദു അധികാരിക്കെതിരെ ഇത് അങ്ങ് പ്രയോഗിക്കാം, ഞാൻ ജനങ്ങളോടൊപ്പം ഒരു പ്രക്ഷോഭത്തിനൊക്കെ ഇറങ്ങി പുറപ്പെടാം എന്നൊക്കെ വിചാരിച്ചപ്പോൾ സുവേന്ദു അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. അത് മാത്രമല്ല, ഇവർ വലിയ റാലികൾ നടത്തി. അതെ. ഈ റാലികളിൽ ആരും ഇല്ലായിരുന്നു, ആൾക്കാരില്ല. അതായത് TMCയുടെ ഒരു റാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഗരത്തെ സ്തംഭിപ്പിക്കുമാറാണ് കടന്നു പോകുന്നത്. അതൊന്നും ഇല്ല. അല്ല, MLA മാരില്ല, MP മാരില്ല. അപ്പൊ പിന്നെ ഏത് പ്രവർത്തകരാണ്? ഇവരുടെ തന്നെ പ്രതിനിധികൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചീമുട്ടയെറിയുന്നതും ജനങ്ങൾ തന്നെ കൈകാര്യം ചെയ്യുന്നത് കണ്ടതാണ്. അതില് ആ ഒരു ചീമുട്ടയൊന്നും കിട്ടാത്തത് മമതയ്ക്ക് മാത്രമായിരിക്കും ചിലപ്പോ. അതെ. അപ്പോൾ ആ ഒരു സ്ഥിതിയിലേക്ക് വരുമ്പോഴാണ് ഈ റാലിക്കിടയിൽ തന്നെ ചിലപ്പോൾ ഇവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചതായിരിക്കും. നേരത്തെ ആ ഒരു
പരിഭ്രാന്തി മുഴുവൻ മനസ്സിലേക്ക് കടന്നു വന്ന് സ്വന്തം ആളാണ്, ഇനി ഇവർ മാത്രമേ ഉള്ളൂ എന്നൊരു ചിന്തയൊന്നും മമതയ്ക്ക് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിപ്പോൾ ഒരടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ആരെങ്കിലും ഇവർ വിളിച്ചു കഴിഞ്ഞാൽ വരും, അല്ലെങ്കിൽ ഇവർ കൂലിക്ക് കൊടുത്ത് വിളിക്കേണ്ടി വരും. പണ്ടായിരുന്നുവെങ്കിൽ അവർ ഭരിക്കുന്ന സമയത്തായിരുന്നുവെങ്കിൽ ബംഗ്ലാദേശികളെങ്കിലും ഇവരുടെ റാലിക്ക് വന്നേനെ. പക്ഷെ ഇപ്പോൾ സുവേന്ദു അധികാരിയാണ്, എല്ലാവരെയും അങ്ങോട്ട് ഓടിച്ചു വിടുകയും ചെയ്തു. അപ്പോൾ ഇവർ ഇനി ഇത് വിളിച്ചു കഴിഞ്ഞാൽ കൂലിക്ക് പോലും ആളെ കിട്ടാത്തൊരവസ്ഥയിലേക്കായിരിക്കും മമത ചെന്ന് നിൽക്കുന്നത്. അതായത് ഈ അധികാരത്തിലിരിക്കുമ്പോൾ ഞാൻ എന്തോ വലിയ ആളാണെന്ന് തോന്നും. അത് ഉറപ്പായിട്ട് തോന്നും. അതല്ലാതെ തോന്നാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? അയാളൊരു സന്യാസിയായിരിക്കണം. വളരെ ബുദ്ധിയെ നിയന്ത്രിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം. അങ്ങനെ പ്രവർത്തിക്കുന്ന രണ്ടാൾക്കാരെ നമുക്ക് നേരിട്ട് പെട്ടെന്ന് പറയാൻ കഴിയുള്ളൂ. അതൊന്ന് യോഗി ആദിത്യനാഥും മറ്റൊന്ന് നരേന്ദ്രമോദിയുമാണ്. ഈ 2 പേരാണ് കൃത്യമായിട്ട് എത്ര അധികാര സ്ഥാനത്തേക്ക് വന്നിട്ട് ഇത്തരത്തിലൊന്നും പെരുമാറാത്തത്. ഡി.കെ. ശിവകുമാർ കർണാടക മുഖ്യമന്ത്രിയായ കഴിഞ്ഞ ദിവസം ഒരാളെ അടിച്ചില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ 1-2 ആഴ്ച ആവുകയുള്ളൂ. ഒരു പ്രവർത്തകൻ്റെ ചവിട്ടിലടിച്ചു. ഇത് അധികാരത്തിലിരിക്കുമ്പോൾ ഞങ്ങളെന്തോ വലിയ സംഭവമാണ് എന്ന് വിചാരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. അത് ജനാധിപത്യം എന്ന് പറയുന്ന സംവിധാനത്തിനകത്ത് എങ്ങനെയാണ് അധികാരത്തിൽ വരുന്നത് എന്നുള്ള ആത്യന്തിക ബോധം നഷ്ടപ്പെടുകയും ഞാൻ രാജാവാണെന്ന് സ്വയം ചിന്തിക്കുകയും ചെയ്യുന്നിടത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. പണവും അധികാരവും പ്രശസ്തിയും മനുഷ്യനെ ഭ്രാന്തനാക്കും. അവൻ മൂഢനായിട്ട് മാറും. അവൻ്റെ ബുദ്ധി പ്രവർത്തിക്കാതാകും എന്നുള്ളതാണ്. ധീരൻ എന്ന വാക്കിൻ്റെ അർത്ഥം ബുദ്ധിയെ നിയന്ത്രിക്കുന്നവനെന്നാണ്, സാഹസികൻ എന്നല്ല. അപ്പോൾ ധീരനായിട്ട് ഒരാൾ മാറുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതവസ്ഥയിലും അയാളുടെ ബുദ്ധിയെ നിയന്ത്രിച്ച് നിർത്താനുള്ള കഴിവുണ്ടാകുക, സ്ഥിതപ്രജ്ഞനാവുക എന്ന് പറയും. അതിനുള്ള ശേഷിയുള്ള ആൾക്കാർ, യോഗിയൊക്കെ ആ ശേഷിയുള്ള ആൾക്കാരാണ്. ആ ശേഷി സ്വയം ആർജിക്കുന്ന ചിലരുണ്ട്. അതിലൊന്നാണ് സുവേന്ദു അധികാരിയും മറ്റൊന്നാണ് ആസാമിലെ ഹിമന്ത ബിശ്വ ശർമ്മയൊക്കെ. അങ്ങനെയൊക്കെയുള്ള നേതാക്കൾക്കാണ് ജനഹൃദയങ്ങളിൽ സ്ഥാനമുണ്ടാകുക. അതുകൊണ്ടാണ് മാമാജി എന്ന് വിളിച്ചുകൊണ്ട് ഹിമന്ത ബിശ്വ ശർമ്മ ആൾക്കാർ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നത്, സ്നേഹത്തോടു കൂടി വണങ്ങുന്നത്, ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ അതേ രീതിയിലേക്ക് സുവേന്ദു അധികാരി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ബലാത്സംഗം ചെയ്ത ആളുടെ ആ പ്രതിയുടെ അമ്മ എന്താ പറഞ്ഞത്? എനിക്ക് അയാളുടെ മൃതദേഹം പോലും കാണണ്ട, വീട്ടിലേക്ക് കൊണ്ടുവരണ്ട, അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് അവന് കിട്ടിയത്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് അറിയാം, അവിടുത്തെ ജനങ്ങൾ കാണുന്നുണ്ട്, അവിടുത്തെ മുഖ്യമന്ത്രി എന്താണ് ചെയ്യുന്നതെന്നറിയാം. മമത അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ഇതൊരു അവസരമാക്കി അങ്ങ് വലിയ പ്രശ്നം ഉണ്ടാക്കാം. കാരണം ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗം ചെയ്ത പ്രതിയെ എന്താണ് ഇവർ ചെയ്തത്? മമതാ ബാനർജിയൊക്കെ കൂടെ അതിൻ്റെ തെളിവുകൾ പോലും നേടാനോ അന്വേഷണം കൃത്യസമയത്ത് നടത്താനോ പോലും തയ്യാറായില്ലല്ലോ. ഒരു മെഡിക്കൽ കോളേജ് എത്ര പരിതാപകരമായിട്ടാണ് കിടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവിടെ ചെറിയ മാറ്റമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ആ മെഡിക്കൽ കോളേജിൽ കൃത്യമായിട്ട് സെക്യൂരിറ്റി സംവിധാനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അതിനുള്ള ഇനിഷ്യേറ്റീവുകൾ എടുത്തു എന്നുള്ളത്. ഈ സുവേന്ദു അധികാരി ഇതിന് മുൻപ് ഉണ്ടായിരുന്ന കേസുകളൊക്കെ റീഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മമതയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കൊക്കെ പോകും. അത് ഉറപ്പായിട്ടും. അത് മാത്രമല്ല, ഈ ഇപ്പം നടന്ന സംഭവം എന്താണെന്ന് നമുക്ക് നോക്കാം. അവിടെ ഒരു റാലി മമത നടത്തുന്നു. റാലിയിൽ പ്രതീക്ഷിച്ചതുപോലെ TMCയുടെ പ്രവർത്തകർ എത്തുന്നില്ല. കാരണം TMCക്ക് പ്രവർത്തകരില്ല. അപ്പോൾ എന്താ ഉണ്ടായെന്ന് പറയും, മമതയ്ക്ക് ഭയങ്കര ദേഷ്യമായപ്പോഴത്തേക്ക് ഈ പരിപാടി സക്സസ്ഫുൾ ആണ് അല്ലേ എന്നുള്ളൊരു ചർച്ചയാണ് അടുത്ത് വരാൻ പോകുന്നത്. എത്ര പേര് വന്നു? ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി മറ്റേ അവന്മാർ നടത്തുന്ന സമരമുണ്ടല്ലോ, ഒരു മനുഷ്യൻ പോലും, മീഡിയക്കാർ പോലും എൻ്റെ ഫ്രണ്ടിലില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ മമതയ്ക്ക് വലിയ പ്രശ്നം. അപ്പോൾ മമതയ്ക്ക് മനസ്സിലായി, മമത ബുദ്ധിയുള്ള ആളാണ്, ഇല്ല എന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ ഭ്രാന്ത് അഭിനയിക്കുന്നതാണോ എന്ന് സംശയിക്കാം നമുക്ക്. ഈ പറയുന്ന അവിടെ വെച്ചിട്ട് പ്രശ്നമുണ്ടാക്കി TMC പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരുമായിട്ട് അടിയുണ്ടാകുന്നു, നാട്ടുകാർ പ്രതികരിക്കുന്നു, നാട്ടുകാരുമായിട്ട് പ്രശ്നം ഉണ്ടാകുന്നു എന്നുള്ള ഇത് കൃത്യമായിട്ട് നടക്കുന്ന BJPയുടെ ഒരു ഓഫീസിൻ്റെ പരിസരത്ത് വെച്ചിട്ടാണ്. അവിടെ സ്വാഭാവികമായിട്ടും BJPയുടെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ അടിയിറക്കുമ്പോൾ എന്ത് ചെയ്യും? അങ്ങോട്ടേക്ക് ഒരു ആക്രമണ ശ്രമം നടത്തും. അപ്പുറത്ത് മറ്റൊരു സ്ഥലത്ത് BJP പ്രവർത്തകരുണ്ടായിരുന്നു, അവരുമായിട്ട് സംഘർഷത്തിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. അതും നഗരമധ്യത്തിലാണെന്ന് ഓർക്കണം. ആ സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നു. മമത ഇതിനെ കരുവാക്കുന്നു. മമത എന്ത് ചെയ്യുന്നതെന്നറിയാമോ? എൻ്റെ പ്രവർത്തകരെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് മമത അവർ പ്രതിഷേധിക്കുകയും വാഹനങ്ങൾ ബ്ലോക്കുണ്ടായ സ്ഥലത്ത് നിന്ന് വാഹനങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ഇവർ കിടന്ന് ബഹളം വയ്ക്കുകയും ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ പ്രവർത്തകൻ അവിടെ കിടന്ന് BJPക്കെതിരായിട്ടുള്ള മുദ്രാവാക്യം വിളിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മമതയുടെ തൊട്ടടുത്ത് നിന്നാണ് ഇയാൾ ആക്രോശിക്കുന്നത്. മമതയ്ക്ക് ദേഷ്യം വന്നു, മമത ഒരു അടിയെടുത്തു. ഇതാണ് സംഭവം. ശരിക്കും ഇപ്പോൾ എന്തിൽ നിന്ന് ഡൈവേർട്ടായി? കൃത്യമായിട്ട് മമതയുടെ പാർട്ടിയുടെ റാലിയിൽ ഒരാളില്ലായിരുന്നു എന്നുള്ളത് വെളിയിലേക്ക് വന്നില്ല. BJP ആയിട്ട് സംഘർഷം ഉണ്ടായതിൻ്റെ വിവരങ്ങൾ പോലും വന്നില്ല. മമത അടിച്ചതിലേക്ക് കാര്യങ്ങൾ ചുരുങ്ങി. മമത പ്രതിഷേധത്തിന് വന്നു എന്നുള്ളത് നാട്ടുകാരറിഞ്ഞു. ഇത്രയും കാര്യങ്ങളെങ്കിലും ഉണ്ടാക്കിയെടുത്ത് പ്രശ്നങ്ങളിൽ നിന്ന് അതിൻ്റെ വീക്ഷണത്തെ മാറ്റിവിടുക എന്നുള്ള പരിപാടിയാണ് മമത ചെയ്തത്. അത് കൃത്യമായിട്ട് മമത ഉപയോഗിച്ചു എന്നുള്ളത്. പക്ഷേ ഇത് മമതയ്ക്ക് ഒട്ടും ഗുണകരമാവില്ല എന്നുള്ളതാണ്. മമത അല്ലെങ്കിൽ തന്നെ അട്ടർ നെഗറ്റീവിലാണ് അവിടുത്തെ നിൽക്കുന്നത്.
ജനങ്ങൾക്കാർക്കും വിശ്വാസമില്ല. അവർക്ക് ഈ പറയുന്ന അതിഭീകരമായിട്ടുള്ള ദേഷ്യം, അവരുടെ ഈ പറയുന്ന ആംഗ്രി നേച്ചർ, ഇതൊക്കെ കൊണ്ടിട്ട് ജനപ്രീതി ഇടിഞ്ഞു. അവർ സിമ്പിളായിരുന്നു, സാധാരണക്കാരുമായിട്ട് നിൽക്കുന്നു, കോട്ടൺ സാരി ഉടുക്കുന്നു, സ്ലിപ്പർ ഇടുന്നു, ആഭരണങ്ങളൊന്നുമില്ല എന്നുള്ള നിലയിൽ നിന്നിരുന്ന നേതാവിൽ നിന്ന് അധികാരത്തിൻ്റെ ഈ പറയുന്ന അഹങ്കാരം, അധികാരം പോയപ്പോഴുണ്ടായ ദേഷ്യം, അപ്പോൾ ഇതെല്ലാം ഈ അവസ്ഥയിലെല്ലാം, അതായത് ദുഃഖത്തിൽ ദേഷ്യമില്ലാത്തവനായിരിക്കണം, അവനെയാണ് മുനിരിച്ചത് എന്ന് ഗീതയ്ക്കകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അവനാണ് മുനിയാവാൻ യോഗ്യതയുള്ളവൻ. അതല്ല, ആ ദുഃഖം വരുമ്പോൾ അതിഭയങ്കരമായ ദേഷ്യം വരുന്നു, പരാജയ ഭീതിയിൽ ദേഷ്യം വരുന്നു, ആൾക്കാരെ അടിക്കുന്നു. ഇനി മമതയുടെ റാലിയിൽ ആരെങ്കിലും പോകുമോ? ഒരു പ്രവർത്തകൻ അടുത്ത് പോയി നിൽക്കുമോ? അവൻ ആലോചിക്കും, ഇവർക്ക് ഭ്രാന്താണ്, ഇവരെന്നെ അടിച്ചെന്ന് വരും. ആ ഒരു അവസ്ഥയിലേക്ക് തൃണമൂലും മമതയും ചെന്നെത്തുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മമതയുടെ ആരോഗ്യസ്ഥിതിയും മാനസിക സ്ഥിതിയും ഒക്കെ കൂടുതൽ സങ്കീർണവും പ്രശ്നവും ആവുകയുള്ളൂ. ഒന്നുമല്ലാതായ മമതയ്ക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ 100% തെളിവാണ്. ഇത് കൂടുതൽ ജനങ്ങളെ മമതയിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.